വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര ബജറ്റിൽ എന്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് കേരളവും, പ്രത്യേകിച്ച് മലബാർ മേഖലയും. കോഴിക്കോട് കേന്ദ്രീകരിച്ച് എയിംസ്, കരിപ്പൂർ, കണ്ണൂർ വിമാനത്താവളങ്ങളുടെ വികസനം തുടങ്ങി ഒട്ടേറെ പ്രതീക്ഷകൾ മലബാറിനുണ്ട്. കേന്ദ്ര വന നിയമത്തിൽ ഇളവ്, രാത്രിയാത്രാ നിരോധനത്തിന് പ്രതിവിധി എന്നിവയ്ക്ക് ബജറ്റിൽ പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നും കാത്തിരുന്ന് കാണാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചെങ്കിലും സാമ്പത്തിക സഹായം ഇതുവരെയും ലഭ്യമായിട്ടില്ല. കേന്ദ്ര ബജറ്റിൽ ദുരന്തബാധിതരുടെ പുനരധിവാസം പ്രത്യേക പാക്കേജായി ഉൾക്കൊള്ളിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കേന്ദ്രം പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദുരന്തബാധിതർ. കേരളത്തിൽ ദുരന്തമുണ്ടായ ശേഷം ദുരന്തമുണ്ടായ ത്രിപുരയ്ക്കും ആന്ധ്രയ്ക്കും തമിഴ്നാട്ടിനുമെല്ലാം സഹായം കൊടുത്തു. അത് കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷെ കേരളത്തെ അതിതീവ്ര ദുരന്ത വിഭാഗത്തിൽപ്പെടുത്താൻ തന്നെ നിരന്തരമായ ഇടപെടൽ വേണ്ടി വന്നു. നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് വളരെ വൈകിയാണെങ്കിലും L3 കാറ്റഗറിയിലുള്ള അതിതീവ്ര ദുരന്തത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഒറ്റ പൈസയും തന്നിട്ടില്ല. പേരിന് പ്രഖ്യാപിച്ചു, എന്നാൽ ഒരു സഹായവും കിട്ടാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മനുഷ്യ വന്യമൃഗ സംഘർഷം മലയോര മേഖലകളിൽ രൂക്ഷമാണ്. വയനാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വന്യമൃഗാക്രമണങ്ങളിൽ മനുഷ്യജീവൻ നഷ്ടമാകുന്നത് തുടർക്കഥയാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനും അപ്പുറം കേന്ദ്ര വന നിയമങ്ങളിൽ നയം മാറ്റം ഉണ്ടാകാതെ വിഷയത്തിൽ പ്രായോഗികമായ ഒരു പരിഹാരം കാണാൻ കഴിയില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ വനം സംരക്ഷിക്കപ്പെടുകയും വേണം, അതോടൊപ്പം തന്നെ മനുഷ്യനും മൃഗങ്ങളും സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണം. ഇതിനുള്ള നിയമങ്ങൾ ഉണ്ടാകുമെന്നാണ് ഒരു പ്രതീക്ഷ. മറ്റൊന്ന്, അതോടൊപ്പം തന്നെ ഈ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നടപടികൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സംരക്ഷിക്കപ്പെടുന്ന നടപടി, അതിനും കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഇക്കാര്യത്തിലുള്ള ഒന്നാമതായിട്ട് മലബാറിന് ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. മലബാറിലെ വാണിജ്യ വ്യവസായ രംഗവും ബജറ്റിനെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ജല, റെയിൽ ഗതാഗതത്തിൽ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നും കണ്ണൂർ, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വലിയ സർവീസുകൾ നിർത്തലാക്കിയതിലും അമിത ടിക്കറ്റ് നിരക്കിലും കേന്ദ്രത്തിന്റെ ഇടപെടലുണ്ടാകുമോ എന്നും മലബാറിലെ ജനത ഉറ്റുനോക്കുകയാണ്. കേരളത്തിലെ കോവിഡിന് ശേഷം പൊതുവെ യാത്രക്കാരുടെ എണ്ണത്തിൽ ടൂറിസ്റ്റ് ഉൾപ്പെടേണ്ടതിൽ വൻ വർധനയുണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കണക്ടിവിറ്റി, എയർ, റെയിൽ, റോഡ്, വാട്ടർ കണക്ടിവിറ്റി വളരെ മോശമായിട്ട്, പ്രത്യേകിച്ച് മലബാറിൽ ജലഗതാഗതം ഇല്ലയെന്ന് തന്നെ പറയാം. മുമ്പുണ്ടായിരുന്നത് പോലും നിർത്തലാക്കിയിരിക്കുക. പൊന്നാനി തിരൂർ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഫറോക്കിൽ നിന്ന് മാവൂരിലേക്കും അരീക്കോട്ടേക്കും ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ടൂറിസം രംഗത്ത് കേരളത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശബരിമല സീസണിലും ഗുരുവായൂർ അമ്പലം തീർത്ഥാടകരും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കണക്ടിവിറ്റി വർദ്ധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അമിത വിമാന നിരക്കാണ്, സാങ്കാന വിമാന നിരക്കാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് മലബാറിൽ 2 അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടെങ്കിലും നമുക്ക് യാത്ര ഉണ്ടെങ്കിൽ കൊച്ചിക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം. വലിയ വിമാന സർവീസ് നിർത്തലാക്കി. ഇത് യാത്രക്കാരെ മാത്രമല്ല, ചരക്ക് കയറ്റുവാൻ കാർഗോയും വളരെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട്. 2014 ജൂലൈ 10 ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ലോക്സഭയിൽ കേരളത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അനുവദിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. വർഷം 10 കഴിഞ്ഞിട്ടും കേരളത്തിന്റെ എയിംസ് എന്ന സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു. കേരളത്തിന്റെ എയിംസ് കോഴിക്കോട് കിനാലൂരിൽ വേണമെന്നത് സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുന്നോട്ട് വെച്ച കാര്യമാണ്. എയിംസിനായി സ്ഥലം കണ്ടെത്തുകയും നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് രേഖാമൂലം കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിട്ടും അനുകൂല നടപടി ഉണ്ടായില്ല. ഇത്തവണയെങ്കിലും ബജറ്റിൽ എയിംസ് ഉൾപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. കോഴിക്കോട്, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കാർഷിക ടൂറിസം മേഖലയിലെ പ്രഖ്യാപനങ്ങളും മലബാറിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.